അമിത ജോലി ഭാരം അംഗീകരിക്കില്ലെന്ന് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കളക്ടറേറ്റ് ഉപരോധം സംഘടിപ്പിച്ചു. ഭരണം മാറിയെന്ന് വെച്ച ഉദ്യോഗസ്ഥർ ധാർഷ്ട്യത്തിന്റെ ഭാഷ സ്വീകരിക്കരുതെന്ന് ഉദ്ഘാടനം ചെയ്ത CITU സംസ്ഥാന സെക്രട്ടറി M. ഹംസ പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുന്നത് നീതി നിഷേധമാണെന്ന് M. ഹംസ പറഞ്ഞു. നിങ്ങൾക്കൊരു സ്വൈരമില്ലേ? വീട്ടിൽ ചെന്നാ അപ്പൊ വിളിക്കല്ലേ, അപ്പൊ ജോലി തരല്ലേ? 8 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തിനാ ഈ ഫോൺ എടുക്കുന്നത്? 8 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാ ഈ ഫോൺ എടുക്കുന്നത്? 8 മണിക്കൂർ കഴിഞ്ഞാൽ ഫോൺ ഞങ്ങൾ എടുക്കില്ല എന്ന് ഇവിടെ നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരോട് ശക്തമായി പറയണം. ഞങ്ങളുടെ ഡ്യൂട്ടി സമയത്ത് ഞങ്ങൾ ഫോൺ എടുക്കാം. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് പേരക്കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്ന സമയത്ത് വിളിച്ച് ബോസിന്റെ നിർദ്ദേശം. പേരക്കുട്ടിക്ക് അറിയോ ഇത്? ആ കുട്ടിക്ക് അറിയില്ലേ? ആ കുട്ടിയുടെ കരച്ചിൽ നിങ്ങൾ കേൾക്കണ്ടേ? ഇങ്ങനെ 24 മണിക്കൂറും നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ ഇവിടെ ആരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾക്കൊരു സ്വൈരവും ഇല്ല, സമാധാനവും ഇല്ല. കിട്ടുന്ന വേതനോ ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി ഗവൺമെന്റ് 10 കൊല്ലം ഭരിച്ചത് കൊണ്ട് കുറച്ച് അന്തസ് ഞാൻ പുറത്ത് പറയാത്ത നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വേദന ഉണ്ട് എന്ന് ആൾക്കാർ ധരിക്കുന്നത്. അത് പുറത്തറിയാണ്ടായിട്ടാണ്. 10 കൊല്ലം കൊണ്ട് നിങ്ങൾ കുറച്ച് കേമന്മാരാന്ന് ധരിച്ചിട്ട് അവിടെ ഇരുന്നോട്ടെ. പക്ഷെ 10 കൊല്ലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു തന്ന പൈസ കൊണ്ടല്ലേ ഇപ്പോൾ ഒരു അന്തസ്സായിട്ട് ജീവിക്കുന്നത്. ആരോഗ്യ സാമൂഹിക രംഗങ്ങളുടെ സംരക്ഷകരാണ് അംഗൻവാടി ജീവനക്കാർ. ഗർഭിണികളുടേതു മുതൽ കുരുന്നുകളുടെ വരെ ജീവിത സാഹചര്യം, പോഷകാഹാരം, രോഗപ്രതിരോധ മരുന്നു നൽകൽ വരെ വിവരങ്ങൾ ശേഖരിച്ച് കൃത്യതയോടെ ജോലി ചെയ്യുന്നവരാണ് അംഗൻവാടി ജീവനക്കാർ. ഒരേ സമയം വിവരശേഖരണം നടത്തുകയും തദ്ദേശ ആരോഗ്യ സംവിധാനങ്ങൾക്ക് വിവര കൈമാറ്റം ചെയ്യുന്നവരുടെ സാങ്കേതികവിദ്യ നിശ്ചലമായത് സാമൂഹിക ആരോഗ്യരംഗത്തെ പ്രതികൂലമായി ബാധിക്കും. ഉപയോഗിച്ച് തകരാറിലായ ഫോൺ സ്വന്തം കാശിൽ നേരാക്കണമെന്ന രീതി അംഗീകരിക്കാനാവില്ല. സിം ഉണ്ടായിട്ടും ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. എല്ലാവർക്കും റേഷൻ എന്നായിരുന്നു ഇടത് നയമെന്ന് സമരക്കാർ അഭിപ്രായപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് A. തങ്കമണി അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി V. സരള, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അംബിക, യമുനാദേവി എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.